വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു 5-6 പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. ഞാൻ വാഷ് ചെയ്തിട്ടോ എല്ലാ പ്രൊഡക്റ്റും വാഷ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ നമ്മളിടുന്നത്. ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ വളരെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടാണ് ഷോർട്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിലേ നമ്മൾ ഇടുന്നുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ നമുക്കത് പറയാൻ പറ്റത്തില്ല. സോ ഇന്നത്തെ ലോങ് വീഡിയോയിൽ നമ്മുടെ മീഷോ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സോ ഞാൻ മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഈ ഡ്രസ്സ്, ദെൻ ഈ ഒരു പാക്കറ്റ്, ഇത്രയാണ് മേടിച്ചിട്ടുള്ളത്. അതിന് മുന്നേ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റും കൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വൈറൽ പ്രൊഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സിലിക്കോൺ സോക്സ് ആട്ടോ. ഇത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു മീഷോയിൽ, ഇൻസ്റ്റാഗ്രാമിൽ. ഞാനത് 2 തവണ ഇട്ടപ്പോഴും 2 തവണ എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഏകദേശം 6K 6000 സംതിങ്ങോളം ആൾക്കാർ ലിങ്ക് ചോദിച്ച് അതിൽ ഏകദേശം ഒരു 3000 ആൾക്കാരോളം ഞാൻ ലിങ്ക് DM ചെയ്തവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതാട്ടോ ആ ഒരു പ്രൊഡക്റ്റ്. കുറേ ആൾക്കാരൊക്കെ വാങ്ങിച്ചു. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ ഫൂട്ട് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിലിക്കോൺ സോക്സ് മസ്റ്റായിട്ട് തന്നെ മേടിച്ച് യൂസ് ചെയ്യുക. നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ സൈഡിലായിട്ട് ആഫ്റ്റർ ആൻഡ് ബിഫോറിൻ്റെ ഒരു പിക്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാനിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 142 റുപ്പീസ് ആട്ടോ. ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റാണ്. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇതിലോട്ട് തോന്നും. ഫസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ വരും. ഇത് നിങ്ങൾക്ക് ഓവർനൈറ്റ് ഇടാം. അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ കുറച്ച് ബോഡി ലോഷനും മോയ്സ്ചറൈസറും നിങ്ങളുടെ നിങ്ങളുടെ ഫീറ്റിലാക്കുക. അതിനുശേഷം ഈ സോക്സ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ സോക്സിനകത്തോട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇടുമ്പോൾ എല്ലായിടത്തും എത്തണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കാലിൽ നല്ലോണം അങ്ങ് തേച്ച് നമ്മൾ സാധാ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഫുൾ അബ്സോർബ് ആകണവരെ നിൽക്കരുത്. കാലിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ സൈഡിലിട്ട് വീഡിയോ കൊടുത്തേക്കാം. അതുപോലെ ചെയ്യാട്ടോ, നല്ല മാറ്റം ഉണ്ടാവുകയും. സോ ഇതാണ് ആ ഒരു സിലിക്കോൺ പ്രൊഡക്റ്റ്. കുറച്ച് ടൈറ്റാണ്, പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ ലൂസ് ആയിക്കോളും. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാട്ടോ. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്. നമ്മൾ പിക്ചർ കാണുമ്പോൾ നല്ലോണം ക്രോപ്പായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. അത്യാവശ്യം വലിയ ക്രോപ്പായിട്ടൊന്നുമില്ല. നിങ്ങളുടെ വയറോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ചിങ്ങനെ വലിയ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ലൈക്ര മെറ്റീരിയലാട്ടോ. ഞാൻ വാഷ് ചെയ്ത് നോക്കിയതാണ്. കളർ ഇളകും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ കുറേയൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചെറുതായിട്ട് നൂല് വന്നാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്തിലായിട്ട് സിബാണ് വരുന്നത്. സോ ഈ നെക്കിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനത്തെ നമ്മൾ കയറി ഇങ്ങനെ നിൽക്കുന്ന നെക്കാട്ടോ അത്. പക്ഷേ എനിക്കിത് ഇപ്പോഴും അയച്ചിരുന്നതാണ് ഇഷ്ടം. ഈ ഒരു സിബ് ഇങ്ങനെ നെക്ക് കയറി വയ്ക്കുമ്പോൾ എനിക്ക് എന്തോ വൃത്തിയുടെ തോന്നി. പിന്നെ സ്ലീവ് ഷോർട്ട് സ്ലീവ്സ് ആട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റേറ്റ് 200 ബില്ലോയിലാണ് വരുന്നത്. റേറ്റ് സൈഡിലായിട്ട് തന്നെ കൊടുത്തേക്കാം. എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് അവൈലബിൾ ആയിരുന്നു. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്. പിന്നെ ഇതിൻ്റെ കളറുകൾ ഒന്നുമില്ല. ഈ ഒരു ബ്ലാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ ഒരു പിങ്ക് മേടിച്ചിട്ടുള്ളതാട്ടോ. ഞാനത് കാണിച്ചു തരാം. 2 മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇത് നല്ലൊരു കോട്ടൺ ആണ്, അത് ലൈക്ര മെറ്റീരിയലാണ്. ഇത് കറക്റ്റായിട്ട് ക്രോപ്പാട്ടോ. സെയിം തന്നെ പിങ്ക്. ഇതും ഞാൻ കുറേ കാലമായിട്ട് നിങ്ങളെ കുറേ വീഡിയോസിൽ കണ്ടിട്ടും ഉണ്ടാകും. കുറേ തവണ വാഷ് ചെയ്തു. ഇത് നല്ലൊരു ക്രോപ്പാട്ടോ. ഇതിനും ഇതേപോലെ തന്നെ സിബാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വീണ്ടും ഒരു ടോപ്പാട്ടോ. ഒരു ടൂണിക്സ് വന്നിട്ടുള്ള ഈ ഒരു പിങ്ക് കളറിലുള്ളത് ഒരു ടോപ്പ്. പിന്നെ ഇതിൽ ചെറിയ യെല്ലോയിഷ് കളറിലുള്ള ഒരു വർക്കാണ് വരുന്നത്. സോ സാധാ ഒരു പാറ്റേൺ, മിഷൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ അതുകൊണ്ട് ഈ യെല്ലോ കളർ ആയതുകൊണ്ട് പിങ്ക് അത് അത്ര ഡാർക്കായിട്ട് എടുത്തറിയത്തില്ല. പക്ഷേ പിക്കിൽ കാണുമ്പോൾ നമ്മൾ ഡാർക്ക് പിങ്ക് ആയിട്ടാട്ടോ കാണുക. അതിനകത്ത് വൈറ്റ് ആണ് കളർ വന്നിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ നെക്ക് ഇതേപോലെ ഫുൾ ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതേപോലെ ബട്ടൺസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതേപോലെ കോളറാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ കോളർ ഇടുന്ന സമയത്തൊക്കെ അത്ര ഭംഗിയുള്ളത് തോന്നില്ല. ആ സമയത്ത് ആ കോളർ ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്ത് ഉള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീനൊക്കെ കിട്ടും. നല്ല ഭംഗിയുണ്ടാവും. സ്ലീവ് ഇല്ല കേട്ടോ. പിന്നെ ഈ ചെസ്റ്റിൻ്റെ പോർഷനായിട്ട് ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട്. താഴെ വരെ ബട്ടൺസ് വരുന്നുണ്ട്. പക്ഷെ നമുക്കിത് അഴിക്കാനൊന്നും പറ്റത്തില്ല. ഈ താഴെയായിട്ട് തന്നെ സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്ത് നോക്കിയിട്ട് കളർ ഇളകുന്നേ ഉണ്ടായിരുന്ന രീതി ഞാനിപ്പോൾ 2 തവണ യൂസ് ചെയ്തു. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഞാൻ കുറേ കാലമായിട്ട് കാട്ടിൽ ഇട്ട് വെച്ചിരുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു. പിന്നെ മേടിക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ മേടിക്കാണ്ടിരുന്ന ഈ ഒരു സ്കേർട്ടാട്ടോ. പ്ലീറ്റഡ് സ്കേർട്ടാണ്. മൾട്ടി കളേർഡാണ് വന്നിട്ടുള്ളത്. എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ടാണ് അവൈലബിൾ ഉണ്ടായത്. നമ്മൾ നേരത്തെ കണ്ട ടോപ്പും എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യമായിട്ട് ഒരു വീഡിയോ ഞാൻ ഇത്ര ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു വിടുന്നത്. ഓക്കെ, ഇതും എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെനിക്ക് കുറച്ച് ലൂസാട്ടോ. അതുകൊണ്ട് ഇവിടെ ഒന്ന് ടക്കിടേണ്ട വരും, എന്നാലും ഇത് ഇടാകത്തുള്ളൂ. പിന്നെ ആംഗിൾ ലെങ്ത് ആണ് വരുന്നത്. നല്ല ഫ്ലീറ്റ് ഉണ്ട് ഈ ഒരു സ്കേർട്ടിന് കേട്ടോ. ഇത് പോളിസ്റ്റർ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഇളകുമെന്നുള്ള പേടിയേ വേണ്ട. പിന്നെ ഇതിൻ്റെ ഈ കളർ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ പല കളേഴ്സിൽ ഇതുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 to 4 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്.
ഇനി അടുത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ കഴിഞ്ഞു. സോറി, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു വൈറ്റ് ഡ്രസ്സ് സൂപ്പർ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. ഒരു ചൈനീസ് ടൈപ്പ് ഓഫ് ഡ്രസ്സാട്ടോ. ഞാൻ സൈഡിലായിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ കൊടുത്തേക്കാം. പക്ഷേ പ്രശ്നം ലൈനിങ് ഇല്ല, അതുകൊണ്ട് നിഴലടിക്കും. ദെൻ ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആണ്, ഭയങ്കര ലൂസാണ്. ഇവിടെയായിട്ട് ചെറുങ്ങനൊരു വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈഡിലായിട്ട് വീഡിയോ കൊടുക്കാം, സോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതും അറൗണ്ട് ഒരു 300ൻ്റെ ഉള്ളിലാണ് വരുന്നത്. കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ. ഇന്ന് ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് പുറത്ത് പോകുന്ന സമയത്ത് കൊണ്ടുവന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസും കൂടെ ഞാൻ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾക്ക് അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഭംഗി, നമുക്കൊരു ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി പറ്റിയിട്ടുള്ള ഡ്രസ്സാട്ടോ. ഓക്കെ, പറ്റിയിട്ടുള്ള ഡ്രസ്സാണ്. സോ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം. അടുത്ത പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് വെച്ചു കേട്ടോ, കാരണം ഇതെനിക്ക് റിട്ടേൺ ചെയ്യാനുള്ളതാണ്. എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമുക്ക് അവസാനം പൊട്ടിക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. ഇത് രണ്ട് ബാംഗിൾ സെറ്റാണ്. എനിക്ക് ഷോപ്പുകളിൽ പോയിട്ട് എൻ്റെ സൈസിന് പറ്റിയിട്ടുള്ള ബാംഗിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഓൺലൈനിൽ മീഷോയിൽ ഒന്ന് മേടിച്ച് നോക്കിയതാണ്. ഞാൻ എപ്പോഴൊക്കെ വളം മേടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ഇതാണ് സൈസ് റെഡിയായില്ല. ഈ പ്രാവശ്യം സൈസ് കറക്റ്റായിരുന്നു, പക്ഷെ ബാംഗിൾസ് നല്ലോണം ഇങ്ങനെ വെൽവെറ്റ് ടൈപ്പ് ഗ്ലാസ് ബാംഗിൾസ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അഴിച്ച് കാണിക്കുന്നില്ല, സൈഡിലായിട്ട് ഞാൻ വീഡിയോ കൊടുത്തേക്കാവേ. ഒന്നിനും ഡാമേജ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സമയത്ത് കുറേ എണ്ണങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കളേഴ്സ് കണ്ടില്ലേ, ഇത് റെഡ്, മെറൂണ്, ഒരു മസ്റ്റർഡ് യെല്ലോ, ദെൻ ഇതൊരു ഓഫ് വൈറ്റ്. ഈ രണ്ടെണ്ണം ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ ഇത് ഇടുന്ന സമയത്ത്. ദെൻ അടുത്തത് പിന്നെയും റെഡിൻ്റെ പല ടൈപ്പ് ഓഫ് റെഡുകൾ ഉണ്ടായിരുന്നു. ദെൻ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്. ദെൻ ഇതും ഒരു റെഡാണ്. ഇത് ഞാൻ ഇടാത്തന്നെ കാരണം ഇതിൻ്റെ ഗ്ലിറ്റർ നല്ലോണം തന്നെ പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ഇത് റിട്ടേൺ ചെയ്യത്തില്ല, കാരണം ഈ വളകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസിൽ മാറ്റി ഇടാനും പറ്റിയ വളകളാണ്. പിന്നെ ഈ റേറ്റിലൊന്നും ഇത്രയും വളകൾ കിട്ടത്തില്ല. മൊത്തം 1 2 3 4 5 6 7 8 12 സെറ്റ് ഓഫ് വളകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വളകൾ. നമ്മൾ കൂടുതലായിട്ട് ഞാനിനി ട്രഡീഷണൽ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സോ ഞാനിത് ചിലപ്പോൾ കീപ്പ് ചെയ്യും, ചിലപ്പോൾ നമ്മളത് റിട്ടേൺ ആക്കും. ഇനി അടുത്ത പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഒരെണ്ണമാണ്. ഇത് ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യും കേട്ടോ, കാരണം ഇത് ഒരു വെൽവെറ്റ് ബാംഗിൾസ് തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ലോണം ഇതിന്നൊരു തരം ആ വെൽവെറ്റിൻ്റെ പൊടി ഇളകുന്നുണ്ട് കേട്ടോ. സോ ഞാൻ ഓൾറെഡി ഒരു അലർജിക് പേഴ്സൺ ആയതുകൊണ്ടും ഈ വള അധിക നേരം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അലർജി കൂടാനും ചാൻസ് ഉണ്ട്. ഈ ഒരു ഇതാണ് എൻ്റെ കറക്റ്റ് എൻഗേജ്മെൻറ്റ് ഗൗണിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളൊരു വളയായിരുന്നു ഇത്. അപ്പോൾ ഞാൻ അഴിക്കുന്നില്ല, അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തുമ്മി ഒരു വഴിക്കാവും, കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഗോൾഡൻ ബാംഗിൾസ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത കേട്ടോ. മറ്റേതും നമ്മൾ നേരത്തെ കണ്ട വെൽവെറ്റ് ബാംഗിൾസ് കുപ്പി, അതായത് ഗ്ലാസ് ആയിരുന്നു. പക്ഷേ ഇത് കമ്പിയുടെയാണ് വരുന്നിട്ടുള്ളത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബാംഗിൾസ് ആണ്. ഏകദേശം ഒരു 190 റുപ്പീസിനെക്കാളാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന സൈസ് 2.2 ആണ്. 2.2 സൈസസ് അങ്ങനെ അവൈലബിൾ അല്ല, ഭയങ്കര കുറവാണ്. നല്ല ഒരുപാട് കളക്ഷൻസ് മീഷോയിലുണ്ട് ഈ ബാംഗിൾസിൻ്റെ. പക്ഷെ പ്രശ്നം സൈസാണ് പ്രശ്നം കേട്ടോ. ഇതന്നെ ഞാൻ കൺഫ്യൂഷനായിരുന്നു, വന്ന് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്ന് ആലോചിച്ചിട്ട് കൺഫ്യൂഷനായിരുന്നു. ഇനി ഈ ഒരു ബാംഗിൾസ് ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യണം. മറ്റേത് ചിലപ്പോൾ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ കീപ്പ് ചെയ്യും കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് എൻ്റെ അടുത്ത് അത്യാവശ്യം ബാംഗിൾസ് ഇപ്പോൾ ഉണ്ട് കയ്യിൽ. സോ ചിലപ്പോൾ ഞാനത് കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യും കേട്ടോ. സോ ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പറയുക. പിന്നെ നിങ്ങൾക്ക് കണ്ണുകൂട്ടി മേടിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പും ദെൻ ആ സ്കേർട്ടും കേട്ടോ. നിങ്ങൾക്ക് അത്രയും രസങ്ങൾ ഞാൻ ഒരു 5-6 കൊല്ലമായി മീഷോന്ന് പ്രൊഡക്റ്റുകൾ മേടിക്കുന്നു. ഇതുവരെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ അത്ര മോശമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കിട്ടിയിട്ടില്ല കേട്ടോ. സോ ഇന്നത്തെ മീഷോ ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റു വീഡിയോ കാണുന്നവരെ